ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 8-9 തിരുവചനങ്ങൾ. അവൻ അവരുടെ വിചാരങ്ങൾ മനസ്സിലാക്കിയിട്ട് കൈ ശോഷിച്ചവനോട് പറഞ്ഞു, എഴുന്നേറ്റ് നടുവിൽ വന്ന് നിൽക്കുക. അവൻ എഴുന്നേറ്റ് നിന്നു. യേശു അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, സാപത്തിൽ നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ, ജീവനെ രക്ഷിക്കുന്നതോ നശിപ്പിക്കുന്നതോ ഏതാണ് അനുവദനീയം? പരിശുദ്ധ തൃത്യേക ദൈവത്തിന് സ്തുതി. പ്രശ്നങ്ങൾ വിളിച്ചു വരുത്തുന്ന ഒരു ചെറുപ്പക്കാരൻ, ഇതായിരിക്കണം ആ സിനഗോഗിൽ വന്ന സാധാരണ മുതിർന്ന ആളുകളുടെ അപ്പോഴത്തെ ചിന്ത. ദൈവത്തിൻ്റെ വിശുദ്ധ ദിനത്തിൽ, സാബത്ത് നാളിൽ ഒരു സിനഗോഗിൽ ഞങ്ങളെല്ലാം ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും വന്ന ദിവസം, ഞങ്ങളുടെ ശാസ്ത്രിമാരും പരീശന്മാരുമുള്ള സമയം, ഈ ചെറുപ്പക്കാരൻ എന്തിനാണ് ഞങ്ങളുടെ പാരമ്പര്യങ്ങൾക്കെതിരായി, ദൈവകൽപ്പനയ്ക്കെതിരായി സാബത്ത് ദിവസം നിഷിദ്ധമായത് ചെയ്യുന്നത് എന്ന് ചിന്തിക്കുന്ന തലനരച്ച മുതിർന്നവരുടെ ഇടയിൽ അവരുടെ വിചാരങ്ങൾ മനസ്സിലാക്കി. നമുക്കറിയാം, അവൻ ഇന്ന് നമ്മുടെ ഹൃദയങ്ങളുടെ വിചാരങ്ങളും മനസ്സിലാക്കുന്നവനാണ് എന്നുള്ളത്. ആ ദൈവമിതാ ഇവിടെ അവരുടെ മധ്യത്തിൽ നിന്ന് അവരുടെ മനസ്സ് വായിച്ചെടുത്ത് അവരോട് ഉത്തരം പറയുന്ന സമയം. നിങ്ങൾ മുതിർന്നവർക്ക് ഞാൻ പ്രശ്നങ്ങൾ വിളിച്ചു വരുത്തുന്ന ഒരു 30 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനാണ്. എന്നാൽ ഇതെനിക്കൊരു പ്രശ്നമല്ല. കാരണം ഞാൻ നിങ്ങളുടെ മശിഹയാണ്, നിങ്ങൾ കാത്തിരിക്കുന്ന മെഷിഹ. എന്നാൽ അത് നിങ്ങൾക്ക് മനസ്സിലാകുവാൻ സമയമെടുക്കുന്നത് എൻ്റെ പ്രശ്നമല്ല എന്ന് മനസ്സിൽ പറഞ്ഞ് അവൻ അവിടെയുള്ളവരോട് പറയുകയാണ്, ഞാൻ വന്നിരിക്കുന്നത് നന്മ ചെയ്യുവാനും നന്മ ചെയ്യിപ്പിക്കുവാനുമാണ്, ജീവൻ രക്ഷിക്കുവാനും ജീവൻ കൊടുപ്പാനുമാണ്. അതിപ്പോൾ ഞാൻ തന്നെ സൃഷ്ടിച്ച് കൽപ്പിച്ചാക്കിയ എൻ്റെ വിശുദ്ധ ദിനമായ സാബത്തിലാണെങ്കിൽ പോലും എന്ന് സധൈര്യം പറയുന്ന അവരുടെ മശിഹ, നമ്മുടെ മശിഹ. മശിഹായായ ദൈവമേ, നിൻ്റെ കർത്തൃദിനത്തിൽ, നിൻ്റെ ഉയിർപ്പിൻ്റെ ഞായർ നാളിൽ നന്മ ചെയ്യുവാനും ജീവൻ രക്ഷിക്കുവാനോ കൊടുക്കുവാനുള്ള ശക്തി ഞങ്ങൾക്കില്ലെങ്കിലും ജീവിതങ്ങൾക്ക് തുണയാകുവാൻ, ജീവിതങ്ങളുടെ കണ്ണുകളിൽ ആനന്ദാശ്രു, സന്തോഷത്തിൻ്റെ കണ്ണുനീർ നിറയ്ക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും നീ യോഗ്യരാക്കണമേ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. നല്ലൊരു ദിവസം നേരുന്നു.